നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം എന്ന മകൻ ഒഴിച്ച് ബാക്കി എല്ലാ മക്കളും ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. ഒന്നാമതായിട്ടുള്ളത് അൽ ഖാസിം, ഖാസിം എന്ന പേരുള്ള മകൻ. അതിലോട് ചേർത്താണ് അബുൽ ഖാസിം എന്ന കുഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ വിളിപ്പേര്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പ്രവാചകന്റെ പേരിടലിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പേരിടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് തസമ്മു ബിസ്മി, നിങ്ങൾ എൻ്റെ പേരിട്ടോളി, മുഹമ്മദ് എന്ന പേരിട്ടോളി, പക്ഷേ അബുൽ ഖാസിം എന്ന കുഞ്ഞത്ത് നിങ്ങൾ ഇടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അബുൽ ഖാസിം എന്ന്, നമുക്കൊരു ഖാസിം എന്ന മകനുണ്ടെങ്കിലും അബുൽ ഖാസിം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് സൈനബ് എന്ന മകനുണ്ടായി, പിന്നെ റുഖയ്യ എന്ന മകനുണ്ടായി, റുഖയ്യ എന്നും നമുക്ക് വായിക്കാം. അതുപോലെ തന്നെ ഉമ്മു കുൽസൂം, പിന്നീട് ഫാത്തിമ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമാണ് അബ്ദുള്ള എന്ന പേരുള്ള മകനുണ്ടാകുന്നത്. ആ മകൻ്റെ പേര് ത്വയ്യിബ് എന്നും ത്വാഹിർ എന്നും ആ മകന് പേരുകളുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ ത്വയ്യിബ് എന്നും ത്വാഹിർ എന്നും പേരുള്ളത് വേറെ മക്കളാണ്, അത് അബ്ദുള്ളയുടെ പേരുകളല്ല, വേറെ രണ്ട് മക്കളാണ് എന്ന നിലക്ക് തന്നെ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ മക്കളുടെ എണ്ണം കൂടും. പക്ഷേ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്ദുള്ള എന്ന മകൻ്റെ രണ്ട് പേരുകളായിരുന്നു, വിളിപ്പേരുകൾ എന്ന നിലക്കായിരുന്നു ഈ ത്വയ്യിബും ത്വാഹിറും എന്ന പേരുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു പക്ഷേ ഇസ്ലാമിൽ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമുള്ള ജനിച്ച മകനായതുകൊണ്ടാകാം ഒരു പക്ഷേ ത്വയ്യിബ് ത്വാഹിർ എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം എന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ ആൺമക്കൾ, നമ്മൾ ഈ എണ്ണിയ ഈ ആൺമക്കളൊക്കെ പ്രവാചകൻ്റെ ജീവിതകാലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ഒന്നാമത്തെ മകൻ ഖാസിം നടക്കുന്ന പ്രായമെത്തിയപ്പോഴാണ് ആ കുട്ടി മരിക്കുന്നത്. അതുപോലെ തന്നെ അബ്ദുള്ളയും പിന്നീട് മരിച്ചു. അങ്ങനെ ഈ രണ്ട് ആൺമക്കളും മരിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ ആളുകൾ കളിയാക്കിയത്. സൂറത്തുൽ കൗസർ നമുക്കറിയാമല്ലോ. ഇനി പിന്തുടർച്ച അവകാശം ഇല്ലാത്തവൻ, വാലറ്റുപോയവൻ, അബ്തർ എന്ന് കളിയാക്കിയത് ഈ മക്കൾ രണ്ടാളും മരിച്ചപ്പോഴാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കൗസറിലൂടെ പറഞ്ഞത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു, ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നെ ചീത്ത വിളിക്കുന്നവൻ ആരാണോ, ഇന്ന ശാനിഅക, നിന്നെ അപഹസിക്കുന്നവൻ ആരാണോ അവനാണ് അബ്തർ, അവനാണ് വാലറ്റ് പോയവൻ, അവനാണ് പിന്തുടർച്ചയില്ലാതെ പോകുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രവാചകന് പെൺമക്കളൊക്കെയും, എല്ലാ പെൺമക്കളും ഇസ്ലാമിൽ ജീവിച്ചിട്ടുണ്ട്, അവർ മുസ്ലിമായിട്ടുണ്ട്, അവർ പലരും ഹിജ്റ പോയിട്ടുണ്ട്, അവർ മുസ്ലിമായി തന്നെയാണ് അവർ മരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ എല്ലാവരും പ്രവാചകൻ്റെ ജീവിതകാലത്ത് തന്നെ മരിക്കുകയും ചെയ്തു, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴിച്ച്. പ്രവാചകൻ്റെ ആൺമക്കളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പെൺമക്കളൊക്കെ വലുതായി വിവാഹം കഴിഞ്ഞ് മുസ്ലിമായി പലരും ഹിജ്റ ചെയ്ത്, എന്നിട്ട് പ്രവാചകൻ്റെ ജീവിതകാലത്ത് തന്നെ പെൺമക്കളും മരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. പ്രവാചകൻ ചെറുപ്പം മുതലേ ഉപ്പ, ഉമ്മ, സ്വന്തം മക്കൾ ഒക്കെ മരണപ്പെടുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊക്കെ ഒന്ന് ദുനിയാവിലെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘട്ടങ്ങളിലൂടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോയിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ ജീവിച്ചിരുന്ന ഒരേ ഒരു മകൾ. അവർ തന്നെയും പ്രവാചകൻ മരിച്ചു കഴിഞ്ഞ് വഫാത്തായി കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം മരിക്കുകയും ചെയ്തു.